നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. 2026 എന്തൊക്കെ നടക്കും എന്ന് അറിയാനുള്ള ആവേശത്തിലാണ് നമ്മളെല്ലാം. ഭാവിയെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങൾ വരാറുണ്ട്. നോസ്ട്രഡാമസ്, ബാബ വാങ്ക എന്നിവരുടെ പ്രവചനങ്ങളെക്കുറിച്ചറിയാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുമാണ്. ഇവർ ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. മിക്കതും ഒരു പരിധിവരെയൊക്കെ സത്യമായിട്ടുമുണ്ട്. ഇപ്പോഴിതാ ബാബ വാങ്കയുടെ ഒരു പ്രവചനമാണ് ഏറ്റവും വൈറലായിട്ട് വരുന്നത്. ഒരു അന്ധയായ സ്ത്രീയായിരുന്നു ബാബ വാങ്ക എന്ന് എല്ലാവർക്കും അറിയാം. കൃത്യതയാർന്ന പ്രവചനങ്ങൾ കൊണ്ട് എന്നും ലോകത്തെ അമ്പരപ്പിച്ച ഒരു ജ്യോതിഷി കൂടിയാണ് അവർ. പ്രവചനങ്ങൾ ഇങ്ങനെയാണ്: സോവിയറ്റ് യൂണിയന്റെ തകർച്ച, 9/11 ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ സുപ്രധാന സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ചതിലൂടെ ശ്രദ്ധേയമായ ഈ ബൾഗേറിയൻ വനിത 2026 കുറിച്ച് നിരവധി ഞെട്ടിക്കുന്ന പ്രവചനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ നിഗൂഢ പ്രവചനങ്ങൾ അടുത്ത വർഷത്തെ ആഗോള പ്രവണതകളുമായി എങ്ങനെ ഒത്തുപോകുന്നു എന്ന് വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുകയാണ്. 2026 ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വളരെ അപകടകരമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ആളുകളുടെ മനസ്സിൽ ഭയത്തിന്റെയും പരിഭ്രാന്തിയുടെയും ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിലൊന്ന് ലോകത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഒരു വലിയതും വിനാശകരവുമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നതാണ്. ഇത് കാലക്രമേണ ലോകമെമ്പാടും ബാധിക്കും. ലോകത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അവരുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധം സമ്പൂർണ്ണ ആഗോള അധികാരമാറ്റത്തിനും വ്യാപകമായ നാശത്തിനും ജീവഹാനിക്കും കാരണമാകും. ബാബ വാങ്കയുടെ അഭിപ്രായത്തിൽ സമീപഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള യുദ്ധം പടിഞ്ഞാറിനെ തകർക്കാൻ ശേഷിയുള്ള ഒരു വലിയ ലോക സംഘർഷമായിരിക്കും. ഈ യുദ്ധം ആധികാരികമായി ബന്ധപ്പെട്ട നിലവിലെ ആഗോള ശ്രേണിയിൽ ശാശ്വതമായ പുനർനിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാമെന്ന് നിരവധി വിദഗ്ധർ വിശ്വസിക്കുന്നു. ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സംഘർഷത്തിന് കഴിയും. 2026 സാമ്പത്തിക തകർച്ചയുണ്ടാകുമെന്ന് പല വിദഗ്ധരും പറയുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ക ഇക്കാര്യം പ്രവചിച്ചിരുന്നു. പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു ബാങ്കിംഗ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രതിസന്ധി ഉണ്ടാകും. 2026 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ പണക്ഷാമമോ ഉണ്ടാകുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തെ ഇത് സാരമായി ബാധിക്കും. ഇത് സ്വർണ്ണവിലയിൽ 25 മുതൽ 40% വരെ വർധനവിന് കാരണമാകും. ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിൽ സ്വർണ്ണവില 10 ഗ്രാമിന് 1,62,000 മുതൽ 1,82,000 ലക്ഷം രൂപ വരെ ആകും. ബാബ വാങ്ക നടത്തിയ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന പ്രവചനം 2026 മനുഷ്യർ ആദ്യമായി അന്യഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടുമുട്ടും എന്നതാണ്. ഇത് മനുഷ്യരാശിയുടെ ചരിത്രപരമായ ഒരു വഴിത്തിരിവായി അടയാളപ്പെടുത്തുന്നു. മറ്റ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് 2026 ഭീമൻ ബഹിരാകാശ പേടകം ഭൂമിയിൽ എത്തും എന്ന് തന്നെയാണ്. ഇത് പ്രപഞ്ചത്തിൽ നമ്മളെ ഒറ്റയ്ക്കല്ല എന്ന് തെളിയിക്കുകയാണ്. ഇതിന് ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ലെങ്കിലും ഫാന്റസികൾ ആളുകളെ എപ്പോഴും ആകർഷിക്കുന്നതാണ്. അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പിനെക്കുറിച്ചും മനുഷ്യരാശിയിൽ അവയുടെ സ്വാധീനത്തെക്കുറിച്ചും ഈ പ്രവചനം ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇതിനൊപ്പം ഭാവിയിൽ AI വളരെ ശക്തമാകുമെന്നും മനുഷ്യർക്ക് അതിനെ നിയന്ത്രിക്കാൻ പ്രയാസമാകുമെന്നും വാങ്ക പ്രവചിച്ചു. AI സ്വയം പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമെന്നും അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നേരിട്ട് ബാധിക്കുമെന്നും അവർ പറയുന്നു. AI ഈ ഒരൊറ്റ ചുവട് മനുഷ്യ സൃഷ്ടി, യന്ത്ര സ്വയംഭരണം, എല്ലാ ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള അതിർവരമ്പുകൾ മങ്ങിപ്പിക്കും. ഇത് സമൂഹത്തിന് ഈ സാഹചര്യം ശരിയായി മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. AI വളരെ വേഗത്തിൽ വളരുന്നതിനെക്കുറിച്ചുള്ള നിലവിലെ ആശങ്കകളുമായി ഈ പ്രവചനം വളരെ സാമ്യമുള്ളതായാണ് തോന്നുന്നത്. തൊഴിൽ നഷ്ടങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ ചോർത്തൽ, സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് ആളുകൾ ഇതിനകം തന്നെ ഭയപ്പെടുന്നു. ബാബ വാങ്കയുടെ വാക്കുകൾ യന്ത്രങ്ങളെക്കുറിച്ചായിരിക്കില്ല, പക്ഷേ സാങ്കേതിക വിദ്യ നമ്മുടെ പിടിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിൻ്റെ അപകടങ്ങളിലേക്കാണ് ഇവ വിരൽ ചൂണ്ടുന്നത്. ബാബ വാങ്കയുടെ മറ്റൊരു പ്രവചനം അനുസരിച്ച് 2026 ആളുകൾക്ക് നിരവധി ഗുരുതരമായ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2026 ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അമിതമായ മഴ എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കുമെന്നും ഇത് കാര്യമായ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുമെന്നും ഇവർ അവകാശപ്പെട്ടു. ഇന്ത്യ, ചൈന, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, കനത്ത മഴ എന്നിവ ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് ഈ പ്രവചനത്തിൽ എടുത്തു പറയുന്നുണ്ട്.
ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമീപകാലത്ത് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാണുന്നുണ്ട്. കനത്ത മഴയും ഉഷ്ണതരംഗവും മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഇതെല്ലാം തന്നെ ജനജീവിതത്തെ താറുമാറാക്കിയിട്ടുണ്ട്. ബാബ വാങ്കയുടെ പ്രവചനം ആശങ്കയുടെ അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയിൽ പതിവായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ചുഴലിക്കാറ്റുകൾ, ജപ്പാനിൽ സുനാമി ഭീഷണി എന്നിവയെല്ലാം ഈ ഭയം വർദ്ധിപ്പിക്കുകയാണ്. ലോകത്തിലെ ഓരോ രാജ്യവും പരിസ്ഥിതി സംരക്ഷണം, ദുരന്ത നിവാരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്കായി നടപടികൾ സ്വീകരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. പ്രവചനമനുസരിച്ച് 2026-ൽ റഷ്യയിൽ നിന്നുള്ള ഒരു ശക്തനായ നേതാവിൻ്റെ ഉദയവും ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ട്. ഈ നേതാവിന് മുഴുവൻ ലോകത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന അപാരമായ ആഗോള ശക്തി ഉണ്ടാകും എന്നും പറയുന്നു. ഇത് യുദ്ധമായാലും രാഷ്ട്രീയ പ്രക്ഷുബ്ധ അന്തരീക്ഷമായാലും വരുന്ന വർഷം വളരെ സമ്മർദ്ദകരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പല രാജ്യങ്ങളും ഇതിനകം തന്നെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും മത്സരവും നേരിടുന്നുമുണ്ട്. വാങ്കേലിയ പാണ്ഡെവെ ഗുഷ്ടെറോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. 1911 ജനുവരി 31-നാണ് ബാബ വാങ്കയുടെ ജനനം. 12-ാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി. കാഴ്ച പോയതിനു ശേഷം അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. വിപ്ലവകാരി എന്ന് മുദ്രകൊത്തി ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിൽ അടച്ചിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ വാങ്കയ്ക്ക് അമ്മയെയും നഷ്ടമായി. പിന്നീട് ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ചു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്കെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ബൾഗേറിയൻ രാജാവടക്കം ഇവരെ കാണാൻ എത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. 1996-ലാണ് ബാബ വാങ്ക അന്തരിക്കുന്നത്. വാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡായിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടതിനു ശേഷമുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച പ്രവചനങ്ങളാണ് ബാബ വാങ്ക നടത്തിയിട്ടുള്ളത്. 2026-നെ കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ ഒരു വലിയ ലോക സംഘർഷത്തെയും ആഗോള അധികാരത്തിൻ്റെ പുനർനിർമ്മാണത്തെയും സാമ്പത്തിക വെല്ലുവിളികളെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. ഈ പ്രവചനങ്ങൾ കേവലം ഊഹാപോഹങ്ങളായി തള്ളിക്കളയാൻ സാധിക്കില്ലെങ്കിലും ഇവയെ ഒരു ജാഗ്രതാ നിർദ്ദേശമായി കണക്കാക്കാം. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്കും ജനങ്ങൾക്കും മുന്നോട്ട് വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചിന്തിക്കാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും ഈ പ്രവചനങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.